ടീച്ചർ അമ്മ തന്നെ ജയിക്കണം. കൊറോണ കാലത്ത് നമ്മളെ സംരക്ഷിച്ച ഒരു ഷാഫി വരട്ടെ നമ്മൾ പറഞ്ഞേ ടീച്ചറാണ്. ആര് ജയിച്ചിട്ടും പോയിട്ടും എല്ലാം കണക്കാ. എനിക്കൊരു ആത്മവിശ്വാസക്കുറവും ബാധിക്കുന്നില്ല. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയി ഒട്ടും അഹങ്കാരമില്ലാതെ പറയുന്നു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും. പത്മജ BJP പോയി നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഷാഫിനെ ഞങ്ങൾ കിട്ടിയത്. ഷാഫി കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളല്ലേ, മറിച്ച് ടീച്ചർ ആരാ ലോകം ആദരിച്ചുകൊണ്ടാണ്. ടീച്ചർക്ക് തന്നെ വോട്ട്. ജനം എന്നെ കൈവിടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭൂരിപക്ഷം 1 ലക്ഷത്തിന് മേലുണ്ടാവും. ഇത് തലശ്ശേരി മാഹി ബൈപ്പാസ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ചയാവുന്ന ഒരു ബൈപ്പാസ് ആണ് ഇപ്പോൾ ഇത്. ഇവിടെ നല്ല പൊള്ളുന്ന ചൂട്, തകർപ്പൻ വെയിൽ. ഈ വെയിലിന്റെ ചൂടിനെ പോലും കവച്ചു വെക്കുന്ന തരത്തിൽ മത്സര ചൂടുള്ള വടകര മണ്ഡലത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അപൂർവമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലം. 2 MLA-മാർ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ നിന്ന് പോരാടുന്നു. അതും ഇരു പാർട്ടികളിലെയും ഏറ്റവും ചക്കരകളായ നേതാക്കന്മാർ, KK ശൈലജയും ഷാഫി പറമ്പിലും. ഇവിടെ ഭാഗ്യം ഷാഫിൽ പറമ്പിൽ. ടീച്ചർ നല്ല വ്യക്തിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിട്ടാ. ടീച്ചർ അമ്മ തന്നെ ജയിക്കണം. കൊറോണ കാലത്ത് നമ്മളെ സംരക്ഷിച്ച ഒരു അമ്മയെ പോലെ നമ്മളെ നോക്കി. മുഖ്യമന്ത്രി ആവണമെന്നാ നമ്മളെ ഒരു ആഗ്രഹം. അവാർഡ് കിട്ടിയതായിട്ടില്ല, ഇന്ത്യ വരെ അംഗീകരിച്ച ഇതായിട്ടില്ല. മുഖ്യമന്ത്രി ആവണമെന്ന് അഭിപ്രായമുണ്ട്. ടീച്ചർക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി എനിക്ക് മുഖ്യമന്ത്രി ആവണം തന്നെയുണ്ട്. ഇവരൊക്കെ പറയുന്നു ശൈല ടീച്ചർ. അത് പണ്ടേനു അത് പോയിക്ക് കാലം മാറിയ പോലെ അറിയില്ല. എല്ലാം ഇപ്പോൾ ശൈലജ തന്നെ ഇവിടെ പുതിയ ആൾ വരണ്ടേ. ഷാഫി വരട്ടെ നമ്മൾ പറഞ്ഞേ ടീച്ചറാണ്. ജയിക്കണം നമ്മൾ പറയുന്നത്. ഷാഫി എന്ന് പറഞ്ഞൊരു മുത്തിനെ ഞങ്ങൾക്ക് വളരെ കിട്ടിയത് തന്നെ വളരെ സന്തോഷമാണ്. ഞങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് പാർലമെന്റിലേക്ക് MP ആയിട്ട് കഴിഞ്ഞ മുരളിനെക്കാളും വൻ ഭൂരിപക്ഷത്തിൽ വടകര ജയിക്കും. പത്മജ BJP പോയി നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഷാഫിനെ ഞങ്ങൾ കിട്ടിയത്. ഇത് ഒഞ്ചിയം, വടകരയിലെ ഏറ്റവും രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യന്മാരുടെ സ്ഥലം, TPയുടെ സ്വന്തം മണ്ണ്. ഇവിടെ ഈ വടകര മണ്ഡലത്തിലെ രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ച് അറിയാൻ ഏറ്റവും നല്ല സ്ഥലം ഇതാണെന്ന് തോന്നുന്നു. വടകരയുടെ രാഷ്ട്രീയത്തിൽ നിന്നും TP ഇഫക്റ്റ് ഒരിക്കലും ഒഴിച്ചു നിർത്താനാവില്ല. ഇക്കുറി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TP വധത്തിലെ കോടതി വിധിയൊക്കെ എത്രത്തോളം പ്രതിഫലിക്കും, അത് ചർച്ചയാകുന്നുണ്ടോ? കണ്ടറിയണം. വടകരയുടെ മനസ്സിലെന്താണ്? വടകരയിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതിയാണ്. ആണ്. ശൈല ടീച്ചർ എന്നെ ജയിക്കും. വടകരയിൽ ആര് ജയിക്കും? ഒറ്റ ചോദ്യം. ഷാഫി പറമ്പിൽ. ഒറ്റ ഉത്തരം. അതും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ. ആണോ? അതെ, RMP-കാരനാണ്. പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുലം കുത്തികൾ. ഷാഫിയെ ജയിപ്പിക്കേണ്ടത് RMP-യുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നുണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വോട്ട് ചെയ്യുന്നുള്ളൂ, ജയിച്ചോളൂ. ഷാഫി വരക്കുന്ന ഈലാണ് ശൈലജ ടീച്ചർ പോയിട്ട് പോകുന്നത്. ഷാഫി ക്രിക്കറ്റ് കളിക്കൂ, അപ്പോൾ ശൈലജ ടീച്ചർ പോയിട്ട് കീപ്പറായിട്ട് നിൽക്കൂ. ഇനിയിപ്പോൾ നാളെ ഷാഫി കുളത്ത് തുള്ളിക്കേണ്ട ശൈലജ ടീച്ചർ തുള്ളുമെന്നുള്ളതാണ് എനിക്ക് സംശയം. PJ പറഞ്ഞയച്ച അതേ വണ്ടിയിൽ തന്നെ ടീച്ചറെ ഞങ്ങൾ പറഞ്ഞേക്കുന്നു. ടീച്ചർ എവിടെയാണോ ഇപ്പോൾ MLA നിൽക്കുന്നത് അതേ മണ്ഡലത്തിലേക്ക് ടീച്ചറെ തിരിച്ചുവിടും. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും. കാരണം ഷാഫി ഇവിടെ MP ആയിട്ട് വിജയിച്ച് കയറും. ഭയങ്കര ഓളം കണ്ടു ഇവിടെ. നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? എന്തായാലും ടീച്ചർ ജയിക്കും. വടകര 3 തവണയായിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ്. ഇത്തവണ പിടിക്കാൻ തന്നെയാണ് തീരുമാനം. ഭൂരിപക്ഷം 1 ലക്ഷത്തിന് മേലുണ്ടാവും. ഞങ്ങൾ വരുമ്പോൾ പറയായിരുന്നു ഒരു പോസ്റ്റർ ഷാഫിയുടെ കണ്ട അവിടെ ഒരു പോസ്റ്റർ ഉണ്ടാവും. അങ്ങനെ ഇഞ്ചോടിഞ്ചായിട്ടാണ് മത്സരം. നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഓളം ഉണ്ടാക്കിക്കൊണ്ട് ഷാഫിക്ക് ഇവിടെ ജയിക്കാൻ പറ്റൂല. ടീച്ചർക്ക് തന്നെ വോട്ട്. എല്ലാവരും കൂടി ടീച്ചറെ ജയിപ്പിച്ചടങ്ങും. വമ്പിച്ച വെറും ഭൂരിപക്ഷത്തോടെയല്ല, വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി. മൂന്ന് വോട്ടും ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ജയസാധ്യത ടീച്ചർക്കൊപ്പമാണെന്ന് മനസ്സിലാക്കുന്നു. ആണ്. ടീച്ചർക്ക് മത്സരം ഉപതെരഞ്ഞെടുക്കും. ടിക്കറ്റ് ടീച്ചർക്ക് മട്ടന്നൂർ ഉപതെരഞ്ഞെടുപ്പ് അല്ലേ? ശൈലജ ടീച്ചർ എന്നാ തോന്നുന്നത്. ഭയങ്കര ടൈറ്റ് മത്സരമാണ് ഇവിടെ.
ജയസാധ്യത കൂടുതൽ കാണുന്നത് ഷാഫി പറമ്പിലാണ്. ആര് ജയിച്ചിട്ടും പോയിട്ടും എല്ലാം കണക്കാ. ഈ കേരളത്തിലെ മൊത്തം മണ്ഡലങ്ങളെടുത്ത ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രചാരണത്തിന്റെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറിയ ഒരു മണ്ഡലമാണ് വടകര. ഇവിടെ വളരെ മെച്ചുവേർഡായി ഗൗരവമാർന്ന ഒരു പ്രചാരണം നടക്കുമെന്നായിരുന്നു വിചാരിച്ചത്. കെ മുരളീധരൻ, കെ ശൈലജ അവർ വരുന്നു, വളരെ ഗൗരവമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇവിടുത്തെ സ്വഭാവം, പ്രചാരണത്തിന്റെ സ്വഭാവം ആകെ മാറി. മൊത്തം അതെ, പത്മജ പോയി സീം മാറി. അതാണ് സംഭവിച്ചത്. കെ മുരളീധരൻ അങ്ങ് തൃശ്ശൂർ പോകുന്നു, ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് പിടിച്ച് വടകരയെ കൊണ്ടുവരുന്നു. ആകെ ജഗപുക. ഏതായാലും കട്ടയ്ക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം അത് ഏതെന്ന് ചോദിച്ചാൽ വടകര തന്നെയാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു പോസ്റ്റിൽ ഷാഫിയുടെ പോസ്റ്റർ ആണെങ്കിൽ അടുത്ത പോസ്റ്റിൽ ടീച്ചറുടെ പോസ്റ്റർ, രണ്ട് ശൈലജ. ആ തരത്തിൽ കട്ടയ്ക്ക് നമ്മൾ ഇവിടെ വരുമ്പോൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നതും അതാണ്. ഒരു ഇഞ്ച് മുന്നിൽ പിന്നിൽ എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ആളുകൾ പറയുന്നത് ശൈലജ ടീച്ചറോടുള്ള സ്നേഹം പറയുന്നു. ഷാഫി വന്ന് അതേപോലെ ആളുകളെ, ഒരു പക്ഷെ വടകര ഷാഫിയുടെ ഒരു മണ്ണൊന്നും അല്ല, പക്ഷെ ഇവിടെ വന്ന് ആളുകളെ മുഴുവൻ ഷാഫി അങ്ങ് കയ്യിലെടുക്കുകയാണ്, കെട്ടിപ്പിടിക്കുന്നു, പഞ്ച് കൊണ്ട് നേരിടുന്നു. അല്ലെ, പാലക്കാട് ഷാഫി ആദ്യം മത്സരിച്ച് ഇറക്കിയതായിരുന്നു ഈ പഞ്ച്. അവിടുത്തെ കുട്ടികളെയൊക്കെ പോയി പഞ്ച് ചെയ്ത് അവരെ മുഴുവൻ കയ്യിലെടുത്തു. അതിപ്പോ ഷാഫി കുറെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പക്ഷെ ഷാഫിയുടെ പഞ്ച് ഷാഫി വിട്ടില്ല. ആ പഞ്ച് കൊണ്ട് വടകര വന്നു. ഏതായാലും ആ പഞ്ച് പിടിക്കാൻ വന്നിട്ട് നമുക്ക് സംഗതി കിട്ടിയില്ലെങ്കിലും ഒരു ഒഴിഞ്ഞ സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ആ പഞ്ച് നമ്മൾ കാണിക്കും. ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും ഷാഫിയുടെ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഷാഫി അങ്ങ് ചക്കിട്ടപ്പാറ പോയിരിക്കുകയാണ്. ഞങ്ങൾ അറിയാലോ, നമ്മളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ചക്കിട്ടപ്പാറ വരെ പോകാൻ പറ്റില്ല, പക്ഷെ സാരമില്ല, അത് നമ്മൾ കാണിക്കും, ഉറപ്പായും കാണിക്കും. ഷാഫിക്ക് പറയാനുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ വൈബ് എന്താണെന്നൊക്കെ ഉള്ളത് ഇതിന്റെ പിറകെ തന്നെ വരും. ഞങ്ങൾക്ക് തൽക്കാലം ഷാഫിയെ കാണാൻ പറ്റിയില്ല എന്നുള്ളൂ. പക്ഷേ ഷാഫി ഫാൻസിന്റെ ഒരു ബഹളം തന്നെ ഉണ്ട് ഇപ്പൊ വടകരയിൽ. എനിക്ക് വടകരയുമായിട്ടുള്ള അപരിചിതത്വം അല്ല ഉണ്ടായിരുന്നത്, എലക്ഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഇവിടെ സ്ഥാനാർത്ഥിയായി ആ പ്രഖ്യാപനം, അനൗൺസ്മെൻറ്റ് വന്ന സെക്കൻഡ് തൊട്ട് ഇവിടെ വന്ന് ഇറങ്ങിയ സംഭവം ഇപ്പോൾ നിങ്ങൾ കണ്ടതുവരെ എല്ലായിടങ്ങളിലും വടകരക്കാർ നിറഞ്ഞ സ്നേഹവും അകമഴിഞ്ഞ പിന്തുണയും നൽകിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസക്കുറവും ബാധിക്കുന്നില്ല. ഞാൻ വളരെ കോൺഫിഡൻ്റായി, ഒട്ടും അഹങ്കാരമില്ലാതെ പറയുന്നു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊരു വിമർശനം പിണറായി വിജയൻ അടുത്ത കാലത്ത് നടത്തിയത് നിങ്ങളൊന്ന് കാണിച്ചു തന്നെ. മോദിയുടെ ആത്മാവ് ED-യിലും EVM-ലുമാണ്, പിന്നെ ഈ വിഭാഗീയ അജണ്ടകളിലാണെന്ന് തുറന്നടിച്ച് സംസാരിച്ച നേതാവ് രാഹുൽ ഗാന്ധി അവരിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുക. കാണുന്നില്ലേ, എല്ലായിടത്തും വലിയ ജനപ്രവാഹമാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. അമിച്ച ഭൂരിപക്ഷത്തിൽ വടകര വിജയിക്കും. നല്ല ആത്മവിശ്വാസം അല്ലേ? നല്ല ആത്മവിശ്വാസം. അത് ഷാഫിന്റെ മാസ് എൻട്രിയോടുകൂടി തന്നെ ഷാഫി ജയിക്കുമെന്ന് ബോധ്യപ്പെട്ടായിരുന്നു. ആ മാസ് എൻട്രി ആയിരുന്നു, ഏറ്റവും ഭയങ്കരമായ എൻട്രി ആയിരുന്നു. ഇന്ത്യ മുന്നണി വന്നില്ലെങ്കിൽ ഇത് ലാസ്റ്റ് ബസ്സാണ്. ഇതിൽ കാര്യമായിട്ടില്ലെങ്കിൽ നഷ്ടങ്ങളുണ്ടാവും. ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. കേരളത്തിൽ ആഭ്യന്തരം പണയം വെച്ച BJPക്ക് പിണറായി വിജയനാണ്. അവർക്ക് എന്ത് ഇഷ്ടത്തിലാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, എന്ത് വിശ്വാസത്തിലാണ്? ഷാഫി കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളല്ലേ, മറിച്ച് ടീച്ചർ ആരാ ലോകം ആദരിച്ചവണ്ണാണ്. വിജയിപ്പിക്കണം ശക്തിയോടെ. അപ്പോൾ ഈ കറണ്ടിൽ വിരിഞ്ഞ പൂക്കൾക്ക് എല്ലാവിധ ആശംസകളും. ഒന്നും വാങ്ങുന്നില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് UDF-നായിരിക്കും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനൊരു STP-കാരനാണ്. കന്യോട്ടാണ്. ആർക്കാണ്? ഷാഫി പറമ്പിലിന്. ഇവിടെ കുറെ കാലം മാർക്സിസ്റ്റ് ഭരിക്കുന്നു, വിശ്വസിച്ചില്ല. UDF ഭരിക്കട്ടെ. ടീച്ചർക്ക് എന്തായാലും നിറയെ ഫാൻസ് ഉണ്ട് അല്ലേ? പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് വരെ പറഞ്ഞവരുണ്ട് ഇവിടെ. അത് ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു വിഷമ ഘട്ടത്തിൽ ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നു എന്നുള്ളതാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ അതിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് നല്ലൊരു ടീം ഉണ്ടാക്കലാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അവരെ ട്രെയിൻ ചെയ്തു, ടീമായി. നല്ല അറിവുള്ളവരാണവർ. അവർക്ക് കൂടെ നിൽക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ അവരുടെ കഴിവ് മുഴുവൻ അവർ പുറത്തെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. മട്ടന്നൂരുകാരെ മിസ് ചെയ്യൂലേ? മട്ടന്നൂരുകാർ ഓരോ
ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. ഞങ്ങളെ സ്വന്തമാണ്, വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതുണ്ട്. മട്ടന്നൂരിലാണോ പാലക്കാട്ടാണോ ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ മട്ടന്നൂരിൽ ജയിപ്പിച്ച പോലെ ഞങ്ങൾ ഇനി എന്ത് വന്നാലും അതെ, വടകരയിൽ ജയിപ്പിക്കുന്നതാണ്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനത്തിനാണ് ഇനി ഊന്നൽ കൊടുക്കുക ജയിച്ചാൽ. അങ്ങനെയാണ്. ജനം എന്നെ കൈവിടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ റാഫി വിജയിച്ചു തീരുമാനിച്ചു. UDF ജയിക്കും, ഉറപ്പാണ്, 100%. UDF ജയിക്കും. ആരാ ജയിക്കും? ഷാഫി. ആണോ? ഒരു സംശയമില്ല, ഷാഫി തന്നെ ജയിക്കും. സഖാവാ 95.9%. എന്നിട്ട് ഒന്നും മിണ്ടാൻ വയ്യാതെ നിൽക്കുകയാണല്ലേ? നമുക്കിവിടെ റോളില്ല. വെറുതെ അല്ല, എല്ലാവരും ഷാഫി ജയിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. വീടുന്നല്ലേ പറയുള്ളൂ, പുറത്തുനിന്ന് പറയില്ലല്ലോ. വീടുന്ന് പറഞ്ഞോട്ടെ. എന്നാലും ഷാഫി പറമ്പിൽ വരുന്നത് നമ്മളാക്കണം. ടീച്ചർ തൊട്ടു. വോട്ടവകാശമൊക്കെ ഉണ്ടോന്ന്? വോട്ടിടാൻ ആയിട്ടില്ല. രാഹുലിനാണോ? എത്തിയപ്പോഴേക്കാരെ വോട്ട് എന്തായാലും കിട്ടും. ഷാഫിക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ഷാഫിക്ക് വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കും. സിന്ധു ടീച്ചർ ലോക അറിയപ്പെടുന്ന നേതാവെന്ന് പറഞ്ഞിട്ടും പാർട്ടിയിൽ മൂപ്പർക്ക് ഒരു വിലയില്ലാതെ നമ്മൾ ഈ ഇലക്ഷനിൽ കണ്ടതാണ്. അങ്ങനെ നല്ലൊരു മന്ത്രി അയക്കുന്ന സമയത്ത് പോലും മൂപ്പറെന്താക്കിയില്ല, രണ്ടാമതൊരു മന്ത്രിയാക്കാൻ സാധിക്കില്ല. അപ്പോൾ പാർട്ടിക്കാർ പോലും അംഗീകരിക്കാത്ത ഒരു സ്ഥാനാർത്ഥിനെ പൊതുജനങ്ങൾ എങ്ങനെ അംഗീകരിക്കുകയാണ്? സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ടീച്ചർക്കൊപ്പം സെൽഫി എടുക്കാനുള്ള ഫാൻസിന്റെ തിരക്കാണ് ഈ വീടിനകത്ത് എന്തായാലും കാണാൻ കഴിയുന്നത്. വടകര എന്ന് പറഞ്ഞാൽ വൻ വൈബാണെന്ന് നമുക്ക് ഏതായാലും പിടികിട്ടി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? മറ്റൊരു നിയോജക മണ്ഡലത്തിലും കാണാൻ കഴിയാത്ത അത്ര തിരക്ക്, വൈബ്. ഇത് തന്നെയാണ് ഷാഫി പറമ്പിലിൻ്റെ ക്യാമ്പിലും സ്ഥിതി. ഇതേ ആവേശം, ഇതേ ആരവം ഒക്കെ അവിടെയും ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതായത് വടകരയിൽ ആവേശം അങ്ങ് വാനോളം ഉയരുമ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോഴും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടം ഒക്കെ പറയുന്നുണ്ട് അവരുടെ ഉള്ളിൽ എത്രത്തോളം ആവേശം ഉണ്ടെന്ന്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. നമുക്ക് വടകര വിട്ട് അടുത്ത മണ്ഡലത്തിൽ കാണാം. വയനാട്ടിലേക്ക് പോവാം. Ignite your career with Missile Women of India, Nurul Islam Center for Higher Education. Al Muqtadar Jewellers. 0% പണിക്കൂലി, 100% സന്തോഷം.